ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുഴുവനും പ്രമാണികളെ വിളിച്ചല്ലോ. ഏറ്റവും വലിയ ആ വന്ന പ്രമാണികളെല്ലാം മുഖ്യമന്ത്രിയുടെ എല്ലാ എല്ലാ നിലപാടുകളും ശരിവെക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്കെല്ലാം മുഖ്യമന്ത്രിയോട് നല്ല അഭിപ്രായമാണെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ലല്ലോ. പിന്നെ ഓരോരോ മന്ത്രിസഭയ്ക്കും അതിൻ്റെതായ സംസ്കാരങ്ങളുണ്ട്, ഓരോ മുഖ്യമന്ത്രിക്കും അതിൻ്റെതായ സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ച് ആളുകളെയാണ് മന്ത്രിമാരായി വെക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിലും ഒരു എം എം മണി ഉണ്ടായിരുന്നു. തോന്നുന്നത് കുറക്കെ പാട്ട് ഇതായിരുന്നു. എം എം മണി പറഞ്ഞത് എല്ലാവർക്കും പറയാണ്, 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് കൊലപാതകളെ കുത്തിക്കൊന്നും വെടിവെച്ചൊന്നും വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ ഒരു എം എം മണിയെ നമ്മൾ കണ്ടതാണ്. എം എം മണിക്ക് പഠിക്കുകയാണ് ഇപ്പോൾ സജി ചെറിയാൻ. ഒരു തവണയല്ല, ഒരുപാട് തവണയായി. അദ്ദേഹം ഇന്നലെ പറഞ്ഞ സഭ്യതരമല്ലാത്ത ഒരു ക്രിസ്തീയ പുരോഹിതരെ പോലും വളരെ മോശമായി പ്രതികരിച്ച ആ പ്രതികരണം ശരിവെക്കുന്ന രീതിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെയാണ് ഇത് പറയിപ്പിച്ചതെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്താണ് സജി ചെറിയാൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ചെയ്തികൾ? അനിൽ നമ്പി പറഞ്ഞല്ലോ, ഭരണഘടനയെ കുന്തവും കുടച്ചക്രം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, സൗദി അറേബ്യയിൽ ഉള്ളവരെല്ലാം തീവ്രവാദികളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ സൗദിയിൽ ഞാൻ പോയപ്പോൾ എവിടെയും അവിടെ ബാങ്ക് മൈക്കിലൂടെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പുലമ്പിയവരാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പറയാം, നവകേരള യാത്രയിൽ പെൻഷന് വേണ്ടി ഈ ശബ്ദമുയർത്തിയ മറിയക്കുട്ടിക്ക് തുള്ളലാണെന്ന് പറഞ്ഞ് ആ ഒരു സാധു ഒരു സ്ത്രീ, പ്രായമുള്ള ഒരു സ്ത്രീയെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കേട്ട് ആസ്വദിക്കുകയായിരുന്നു. കേരളിനെ കുറിച്ച് പറഞ്ഞത് നിൻ്റെയൊക്കെ അടുക്കളയിൽ വന്ന് മഞ്ഞക്കുറ്റി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ധിക്കാരത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. വിഴിഞ്ഞ യൂജിൻ പെരേര ഉൾപ്പെടെയുള്ള ആളുകളെ തീവ്രവാദിയായി സജി ചെറിയാനും അതുപോലെ ജലീലുമൊക്കെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ മന്ത്രിയുടെയും നേതാക്കന്മാരുടെയും ഒക്കെ വാക്കുകൾ ശരിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രധാനമന്ത്രി വിളിച്ച ഒരു പരിപാടിയിൽ പോയത് ശരിയോ തെറ്റോ എന്നുള്ളത് അത് അവരുടെ തീരുമാനിക്കുന്നത്. അങ്ങനെ പോയതിനർത്ഥം അവിടെ മണിപ്പൂരിൽ ചെയ്ത 247 ദേവാലയങ്ങൾ തള്ളിപ്പൊളിച്ചപ്പോൾ അവിടെ മിണ്ടാതിരുന്ന BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി അത് ശരിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ 300 രൂപയോ 250 രൂപയോ ഒക്കെ ആക്കാമെന്ന് പറഞ്ഞ് റബ്ബറിന് മുന്നോട്ട് കൊണ്ടുപോയത് 300ഉം 250ഉം ആക്കി എന്നതല്ല പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പരിപാടിയിൽ അവർ പോയതിൻ്റെ അർത്ഥം. അത് ആ ഒരു തീരുമാനം ഇന്ത്യയിലെ ക്രിസ്ത്യൻ മേഖലയിൽ, അത് പ്രത്യേകിച്ച് മണിപ്പൂരിൽ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിലടക്കം അവിടെ ഒരു സ്വകാര്യ സ്കൂളുകളിൽ പോലും, ക്രൈസ്തവ സ്കൂളുകളിൽ പോലും അവിടെ ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷം, ആ ആഘോഷത്തിന് പോലും കടക്കൽ കത്തിവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ DOമാർ ഉള്ള സ്ഥലത്ത് അതിനൊക്കെ അർത്ഥം BJPക്ക് അനുകൂലമായി എന്നുള്ളതല്ല. എനിക്കിവിടെ സജി ചെറിയാൻ്റെ വാക്കുകൾ അനിൽ നമ്പ്യാർ പറഞ്ഞത് 100% ശരിയാണ്. ആ വാക്ക് കേരളീയ സമൂഹത്തിൽ അവമതിക്കേണ്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അത് തിരുത്തേണ്ടതാണ്. മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ആളുകളെ ഇവിടെ നിലപാട് പാർട്ടിയുടെ നിലപാടല്ല, ഗവൺമെൻറ് നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും CPMൻ്റെ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനും തയ്യാറാവണം.